അഫ്ഗാൻ വിദേശകാര്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ വനിതാ മാധ്യമ പ്രവർത്തകരെ ഒഴിവാക്കിയതിൽ പ്രതിഷേധം ശക്തമാകുന്നു. അമീർ ഖാൻ മുത്തക്കി ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് വനിതാ മാധ്യമ പ്രവർത്തകരെ ഒഴിവാക്കിയത്. താലിബാൻ അധികാരത്തിൽ വന്ന ശേഷം സ്ത്രീകളെ പൊതുസമൂഹത്തിൽ നിന്ന് പൂർണ്ണമായി അകറ്റിയിരുന്നു. മതത്തിന് എതിരാണെന്ന പേരിലാണ് അഫ്ഗാനിൽ ഇത് നടപ്പാക്കുന്നത്. വിവരങ്ങളെ ശ്രീകാന്ത് നൽകും. ശ്രീകാന്ത്, ഈ താലിബാൻ എന്താണ് അവിടെ നടപ്പാക്കുന്നത് എന്നതിൽ നമുക്ക് അത്ഭുതമില്ല. താലിബാന്റെയും ഇസ്ലാമിസ്റ്റുകളുടെയും, അതായത് ഒരു തീവ്ര ഇസ്ലാമിക സ്വഭാവമുള്ള ഒരു സംഘടന ഒരു രാജ്യത്ത് ഭരണത്തിലെത്തിക്കഴിഞ്ഞാൽ അവിടെ എങ്ങനെയാണ് സ്ത്രീകളെ കൈകാര്യം ചെയ്യുന്നത് എന്നതിന്റെ കൃത്യമായ ഉദാഹരണമാണ് ഇപ്പോൾ താലിബാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം. ഇന്നിപ്പോൾ ഡൽഹിയിൽ നടന്നത് എന്താണ് ശ്രീകാന്ത്? ഗൗതം, ഇസ്ലാമിൽ സ്ത്രീകളുടെ റോൾ എന്താണ് എന്ന് ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് ഈ താലിബാന്റെ വിദേശകാര്യമന്ത്രി ഈ ലോകത്തിന് തന്നെ കാണിച്ചു കൊടുത്തു. കാരണം ഇന്ത്യ പോലെ ഒരു ജനാധിപത്യ രാജ്യത്ത്, ഇന്ത്യയിൽ സർവ്വവിധ സ്വതന്ത്രരായി സ്ത്രീകൾ, വനിതകൾ ജീവിക്കുന്ന ഈ രാജ്യത്ത് അവർ ഒരു വിദേശ കാര്യമന്ത്രി ഇവിടെ ഒരു വാർത്താ സമ്മേളനം നടത്തുമ്പോൾ സ്ത്രീകൾ മുഴുവനായും ഒഴിവാക്കപ്പെടണം എന്ന് അവർ ആഗ്രഹിക്കുകയും അവരങ്ങനെ ഒരു വാർത്താ സമ്മേളനം നടത്തുകയും ചെയ്തിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ രാജ്യത്തിന്റെ വിദേശകാര്യമന്ത്രിയുമായി ചർച്ചകളൊക്കെ നടക്കുകയും അത് പോസിറ്റീവായി മുന്നോട്ട് പോവുകയും ചെയ്ത ശേഷം സ്വന്തം നിലയിലാണ് അവരുടെ വിദേശകാര്യമന്ത്രി, അഫ്ഗാൻ വിദേശകാര്യമന്ത്രി വാർത്താ സമ്മേളനം വിളിച്ചത്. അത് അവരുടെ മതത്തിന്റെ ആ മതത്തിൽ സ്ത്രീകൾ എത്രത്തോളം പരിഗണിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് തുറന്നു കാണിക്കുന്നത് കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവൃത്തി. വലിയ പ്രതിഷേധം ഡൽഹിയിൽ ഇതിനെതിരെ അലയടിച്ചു. മാധ്യമപ്രവർത്തകർക്കിടയിൽ തന്നെ വലിയ പ്രതിഷേധമുണ്ട്. ഇന്ത്യയിൽ സ്ത്രീകൾക്ക് സുരക്ഷയില്ലെന്നും സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ലെന്നും ഇവിടുത്തെ ഫെമിനിസ്റ്റുകളും ഇവിടുത്തെ വനിതാ മാധ്യമപ്രവർത്തകരും പറയുമ്പോഴാണ് ഈ താലിബാൻ നേതാവിന്റെ ഭാഗത്തുനിന്നും ഇങ്ങനെയൊരു നീക്കം ഉണ്ടായത്. താലിബാൻ വിദേശകാര്യമന്ത്രി, അഫ്ഗാൻ വിദേശകാര്യമന്ത്രി ഡൽഹിയിൽ നിന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നിന്നാണ് വനിതാ മാധ്യമ പ്രവർത്തകരെ ഒഴിവാക്കിയത്. താലിബാന്റെ സ്ത്രീവിരുദ്ധ നയത്തിന്റെ ഭാഗമായായിരുന്നു ഈ നടപടി. ഇതിൽ വ്യാപക പ്രതിഷേധം ഉയരുകയാണ്. ശ്രീകാന്താണ് ഡൽഹിയിൽ നിന്ന് വിശദമായ റിപ്പോർട്ട് നൽകിയത്.